ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. ഞാൻ ഇന്ന് ആക്ച്വലി ഒന്ന് ബാങ്കിൽ പോകാൻ ഇറങ്ങിയതാണേ. അപ്പോൾ പോകാൻ ഇറങ്ങി കഥക് തുറന്നപ്പോൾ തന്നെ വാതിക്കത് ഇങ്ങനൊരു സംഭവിപ്പുണ്ടായിരുന്നു. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ അവൾ എനിക്കിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമുക്ക് ഇച്ചിരി കഴിഞ്ഞ് കാണാം കേട്ടോ. നല്ല കാറ്റുണ്ട്, ചെറുതായിട്ട് മഴയും തുടങ്ങിയിട്ടുണ്ട്. പൊട്ടിക്കല്ലേ? അപ്പോൾ ഏറ്റവും ആദ്യം കേട്ടോ, ഇത് പൊട്ടിക്കുന്നതിന് മുന്നേ ഞാൻ അമൃതേനോട് ഒരു വലിയ താങ്ക്സ് പറയുകയാണ് കേട്ടോ. എനിക്ക് കാനഡയിൽ നിന്നുള്ള ഫസ്റ്റ് വെഡ്ഡിങ് ഗിഫ്റ്റ് ഇതാണെന്ന് തോന്നുന്നു. എന്തായാലും താങ്ക് യു. ഇത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, എസ്പെഷ്യലി ഫോർ യു. Someone thinking of you. Unique gift for the special people, and this gift was lovingly selected for you. Wow, കൊള്ളാം. ഒരു ഫോട്ടോ ഫ്രെയിമും മിസ്റ്റർ ആൻഡ് മിസ്സസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഗിഫ്റ്റാണ്. ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. TD ബാങ്കിലോട്ടാണ് ഇന്നത്തെ ആദ്യത്തെ യാത്ര. ഇത് കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോണതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. ഞങ്ങളുടെ പർച്ചേസ് കഴിഞ്ഞു, പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അങ്ങനെ ആർക്കെങ്കിലും പോകുന്ന വഴി ഓരോ സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ബാങ്കിൽ നിന്ന് ഇറങ്ങി നോർത്ത് യോർക്ക് എന്നൊരു സ്ഥലത്തോട്ടാണ് ഇനി പോകുന്നത്. ഞാൻ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഞങ്ങളാകെ പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയ ലൊക്കേഷനിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നുള്ളൂ ഈ നോർത്ത് യോർക്ക് എന്നും പറഞ്ഞ ലൊക്കേഷനിലോട്ട് എത്താൻ. പക്ഷെ ഇതിപ്പോൾ ബ്ലോക്കാണ്. കണ്ടോ, ഭയങ്കര ബ്ലോക്കാണ്. ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി കുറഞ്ഞതല്ലേ. എവിടെയോ ഒരു ആക്സിഡൻറ്റ് പറ്റി ഓൺ ദ വേയിൽ റോഡ് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ട് അതെ, ഇവിടെയൊക്കെ കണ്ടോ ത്രൂ ഔട്ട് നല്ല ബ്ലോക്കാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എത്താൻ 1 മണിക്കൂർ പിടിക്കും അല്ലേ. വെയിറ്റ് ചെയ്യാണ് ഗൈസ്. പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാറിൽ പൊക്കൊണ്ടേയിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ട്രാഫിക്കിന് ശേഷം ഞങ്ങളിത് ട്രാഫിക് സൈഡിൽ നിന്ന് മാറി ആ പുള്ളിയുടെ വീടിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് എത്തുന്നു ഗൈസ്. കാണാൻ പോയ ആളെ കാണാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ വീട്ടിലോട്ട് പാല് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയ 2 ലിറ്ററിൻ്റെ ഒരു പാല് മാത്രം വാങ്ങിച്ചു. കാരണം ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചായ ഇടാൻ വേണ്ടി 2-3 നേരത്തേക്കുള്ള ചായക്ക് വേണ്ടിയിട്ടുള്ള പാല് മാത്രം വാങ്ങിച്ചു. അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരാൾ സ്മൂത്തി അടിക്കാൻ വേണ്ടി സജസ്റ്റൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ വേണ്ടാന്ന് ഞാൻ താക്കീതൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. നല്ല ഭംഗിയുള്ളൊരു വെതറാണ്. സമയം ഇപ്പം ഇവിടെ 8 മണിയാകാൻ പോകുന്നു. അല്ല, കറക്റ്റ് 8 മണിയായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 മണിക്ക് നല്ല ഡേ ലൈറ്റാണ്. അപ്പം അങ്ങനെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നൊരു ദിവസം കാണാം. ബൈ.